വെൽക്കം ടു റിജുവൻ PSK ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് റേഡിയോ ആക്റ്റീവ് ലോയും അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും ദെൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഈ റേഡിയോ ആക്റ്റീവ് ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലോ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സോഡി ഫാജൻ ഓർ സോഡി റൂദർഫോർഡ് ലോ എന്നൊക്കെ പറയാറുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് എന്താണ് എന്നുള്ള കാര്യം ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ സോഡി ഫാജൻസ് ലോയുടെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടെ റേഡിയോ ആക്റ്റീവ് എമിഷൻ നടക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ഓൾവേസ് ഫോളോ ദ ഓർഡർ ആൽഫ, ബീറ്റ ആൻഡ് ദെൻ ഗാമ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ റേഡിയോ ആക്ടിവിറ്റിയുടെ എംപിരിക്കൽ ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ്: the rate of decay of an nucleus is directly proportional to rate of decay എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു number of nucleus that decayed in unit time. അപ്പോൾ അത് ഡീക്കേ ആയതുകൊണ്ട് നമുക്കതിനെ എന്ത് പറയാം? -dN/dt എന്ന് പറയാം. നമ്പർ കുറയാണല്ലോ ഡീക്കേ ചെയ്യുന്ന സമയത്ത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അപ്പോൾ dN/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് -dN/dt is equal to a constant lambda into n, and this constant lambda is called as decay constant. lambda നമ്മൾ decay constant വിളിക്കുകയാണ്. So this is the law: -dN/dt is equal to lambda into n. ഇനി നമുക്ക് ഇതൊരു ഡിഫറൻഷ്യൽ ഫോമിലായതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു നോർമൽ ഇക്വേഷൻസിലേക്കോ ഒന്നുകിൽ അത് ലോഗരിതമിക് ഫോമിലേക്കോ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്കോ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വാരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ കൊണ്ടുവന്നതിന് ശേഷം വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ്. സോ -dN/n ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dt എന്ന് വരും. -dN/n ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dt. ഈ dt നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയി. ഇതെന്തായാലും പ്ലസ് ആയിട്ട് കിടക്കട്ടെ, മൈനസ് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, കാരണം കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ മൈനസ് കിടക്കുന്നതല്ലേ നല്ലത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇൻ്റഗ്രൽ dN/n ആ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. കാരണം dN/n ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരാണ്? ലോഗരിതം ഓഫ് n അല്ലേ മക്കളെ? ലോഗരിതം ഓഫ് n ഇൻ്റഗ്രൽ. അല്ലെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഞാനൊരു ഇൻ്റഗ്രേഷൻ ഇവിടെ കൊടുക്കുകയാണ്. മൈനസ് അതിന് ഇവിടെ ഉണ്ട്. അപ്പോൾ dN/n എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് n ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ലാംഡ എന്തായാലും അവിടെ ഉണ്ട്. dt ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് t പ്ലസ് ആരും കൂടെ എഴുതണം? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കൂടെ എഴുതണം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അറ്റ് t = 0. t = 0 എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസ് ഡീക്കേ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഡീക്കേ ചെയ്ത് തുടങ്ങാത്ത സമയത്ത് ഇനീഷ്യലായിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയസിനെ നമുക്ക് എന്തായിട്ട് വിചാരിക്കാം? n0 ആയിട്ട് വിചാരിക്കാം. സോ n0 ഈസ് ദ ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ. തുടങ്ങിയിട്ടില്ലല്ലോ, ഡീക്കേ തുടങ്ങിയിട്ടില്ല. സോ അറ്റ് t = 0 ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസൻറ്റ് ഈസ് ഈക്വൽ ടു n0 അല്ലേ? തുടങ്ങിക്കഴിഞ്ഞാലല്ലേ അതിൻ്റെ n0 കുറയുള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അറ്റ് t = 0 ആണ്. സോ n = n0 എന്ന് കിട്ടും. അപ്പോൾ t = 0 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന എന്താണ്? അറ്റ് t = 0 n = n0. സോ ലോഗരിതം ഓഫ് n0 ഈസ് ഈക്വൽ ടു c എന്ന് വന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിയുടെ വാല്യൂന് പകരം, സിക്ക് പകരം ലോഗരിതം ഓഫ് n0 എന്നുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ലോഗരിതം ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി, അതവിടെ ഉണ്ട്, പ്ലസ് സിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? ലോഗരിതം ഓഫ് n0. ഡൗട്ടുള്ളവർ നോക്കിക്കോളൂ. ഇതാ ഈ ഇക്വേഷൻ, ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ. ഇതിൽ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ ടൈമിൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് എന്ന് പറയുന്നത് n0 ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗരിതം ഓഫ് n0 ഈസ് ഈക്വൽ ടു c എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടും. ലോഗരിതം ഓഫ് n0 ഈസ് ഈക്വൽ ടു c. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഈ സിയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? ഈ ലാംഡ ടി എന്ന് പറയുന്ന ആൾ ഇത് ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ലോഗരിതം ഓഫ് n0 മൈനസ് ലോഗരിതം ഓഫ് n എന്ന് വരും. അതിനെ നമുക്ക് എന്തായാലും ലോഗരിതം ഓഫ്
n0 ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാമല്ലോ. കാരണം ഇത് log n0 മൈനസ് log n എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ലോഗരിതം ഓഫ് a മൈനസ് ലോഗരിതം ഓഫ് ബിക്ക് പകരം ലോഗരിതം ഓഫ് a ബൈ ബി എന്ന് എഴുതാമല്ലോ. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം ഡിറൈവ് ചെയ്യുന്നത്. ഇതിപ്പോൾ നാച്ചുറൽ ലോഗരിതമാണ്. ഇതിനെ ഇപ്പോൾ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2.303 ലോഗരിതം ഓഫ് n0 ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ ലാംഡ ഈക്വൽ ടു ടി. ഇങ്ങനൊരു ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ കെമിക്കൽ കൈനറ്റിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ല ഇത് ഡി കെ ഇക്വേഷൻ്റെ ഒരു ഫോം ഇതാണ് കോമൺ ലോഗരിതം. ഇത് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഫോമിലാണ്. ഇനി ഇത് രണ്ടും പോരാഞ്ഞ് നമുക്ക് എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം, ഇതിനെ എക്സ്പോണൻഷ്യലി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പോണൻഷ്യലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്പോണൻഷ്യൽ പവർ എടുത്താൽ മതി. സോ എന്തായിട്ട് മാറി, ഈ പവർ ലോഗരിതം എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഓഫ് ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് മാത്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്, എക്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരായിട്ട് മാറി, രണ്ട് സൈഡിൽ നമ്മൾ എക്സ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം n0 ഡിവൈഡഡ് ബൈ n ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ലാംഡ ടി എന്നായിട്ട് മാറി. n0 is a constant, n is the number of nuclei present at the instant of t. So what I can write is n equal to, ഇത് n മോളിലേക്ക് പോയിക്കോട്ടെ, ഇത് ഇപ്പുറത്തേക്ക് വന്നോട്ടെ. So we can write as n equal to n0 e raised to മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. n ഈക്വൽ ടു n0 e റൈസ് ടു മൈനസ് ലാംഡ ടി. ഇതാണ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമായിട്ട് വരുന്നത്. സോ എക്സ്പോണൻഷ്യൽ ഫോമുണ്ട്, നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഫോമുണ്ട്, കോമൺ ലോഗരിതത്തിൻ്റെ ഫോമുണ്ട്. ഇത് പലതും പല സിറ്റുവേഷൻസിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡി കെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ നോക്കുമ്പോൾ n ഈക്വൽ ടു n0 e പവർ മൈനസ് ലാംഡ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ, സപ്പോസ് ആഫ്റ്റർ സം ടൈം, എത്ര ടൈമാണെന്ന് അറിയില്ല, ആഫ്റ്റർ സം ടൈം ദ n ബിക്കംസ് ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ. അതായത് ആഫ്റ്റർ എ ടൈം ഇൻ്റർവെൽ ഓഫ് ടി, ആഫ്റ്റർ ഇങ്ങനെ പറയാം, ആഫ്റ്റർ ടി ക്യാപിറ്റൽ ടി സെക്കൻഡ്സ് n ബിക്കംസ് n0 ഡിവൈഡഡ് ബൈ 2. തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് നേരം ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ n എത്രയായിട്ട് മാറി, n0/2 ആയിട്ട് മാറി. നേരെ പകുതിയല്ലേ, ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഹാഫ് ആയിട്ട് മാറി. സോ ദാറ്റ് പർട്ടിക്കുലർ ടൈം വിച്ച് ഈസ് റിക്വയർഡ് ടു disintegrate half of the initial value is called as the half life. So ഈ ക്യാപിറ്റൽ ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, it is called as the half life of the radioactive element. It is the time required to disintegrate to half of the initial value. അപ്പോൾ n-ന് പകരം n0/2 എന്ന് ഞാൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ what you will be getting, n0/2 is equal to n0 e പവർ മൈനസ് ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ടി എന്നല്ലേ മക്കളെ വരിക. n0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/2 ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ലാംഡ ഇൻറ്റു ടി എന്നല്ലേ കിട്ടുക. 1/2 ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ലാംഡ ഇൻറ്റു ടി. n0 ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ഹാഫ് ലൈഫിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം, ഹാഫ് ലൈഫ് പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 2 is equal to e പവർ ലാംഡ ഇൻറ്റു ടി എന്നല്ലേ കിട്ടുക. രണ്ട് സൈഡിലും ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ എക്സ്പോണൻറ്റ് ക്യാൻസലായി പോകും. സോ എന്ത് കിട്ടി, ലോഗരിതം ഓഫ് 2 is equal to ലാംഡ ഇൻറ്റു ടി എന്ന് കിട്ടും. ലോഗരിതം ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് 0.6931 is equal to ലാംഡ ഇൻറ്റു ടി. സോ ഹാഫ് ലൈഫ് ഓഫ് ദ മെറ്റീരിയൽ is equal to 0.6931 ഡിവൈഡഡ് ബൈ ലാംഡ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും പറയാം, ഈ ഇക്വേഷനിൽ നിന്ന് ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് 2 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലോഗരിതം ഓഫ് 2 എന്ന് പറഞ്ഞാൽ 0.6931 ആണ്. ഇതായിരിക്കും മിക്കവാറും പേർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന എമൗണ്ടിൻ്റെ നേരെ പകുതിയാവാൻ വേണ്ട സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം,
ആദ്യം N0 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ മക്കളെ അത് N0/2 അല്ലേ ആയത്. അപ്പോൾ ഇപ്പോൾ എത്രയാണുള്ളത്? N0/2 ആണുള്ളത്. അപ്പോൾ അത് ഇനി ഒരു ഹാഫ് ലൈഫും കൂടെ കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? N0/4 ആയിട്ടല്ലേ മാറുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ 2 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ, ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ N0/2 ആയി, 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ N0/4 ആയി, 3 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അത് N0/8 ആവും, 4 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ N0/16 ആവും. സോ ഓരോ ഹാഫ് ലൈഫ് കഴിയുമ്പോഴും തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ നേരെ പകുതിയായിട്ടാണ് മാറുന്നത്. സോ ആഫ്റ്റർ N ഹാഫ് ലൈഫ്, ഇപ്പോൾ ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്നതാണ്, ഇത് ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ അവിടെ റിമൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് N/N0. ആഫ്റ്റർ 1 ഹാഫ് ലൈഫ് N/N0 = 1/2. അപ്പോൾ അവിടെ N നമ്പർ ഓഫ് ഹാഫ് ലൈഫുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ആസ് N/N0 = 1/2 വേർ N റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ N0/2 ആയി, 2 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ N0/2², 3 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ N0/2³, 4 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ N0/2⁴. അപ്പോൾ N ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ N/N0 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, N/N0 റെപ്രസെൻറ്റ്സ് ദ റിമൈനിങ് ഫാക്ടർ. ഇപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞെങ്കിൽ നിങ്ങളിവിടെ N = 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ വാട്ട് ഈസ് റിമൈനിങ്? 1/2. N/N0 = 1/2. സോ N/N0 മീൻസ് ദ റിമൈനിങ് ഫാക്ടർ ഡീസിൻറ്റഗ്രേറ്റ് ചെയ്ത് ബാക്കി വരുന്നതാണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. After each half life, the concentration reduces by 1/2. So after N half life, the final concentration remaining will be, അല്ലെങ്കിൽ the fraction of the final concentration remaining will be 1/2/N. ഇത് എന്താണ്? റിമൈനിങ് ഫ്രാക്ഷൻ ആണ് മക്കളെ. ദിസ് ഇസ് ദ റിമൈനിങ് ഫ്രാക്ഷൻ. അപ്പോൾ ഡീകേ ചെയ്തു പോയ ഫ്രാക്ഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - N/N0 ആയിരിക്കും. 1 - N/N0. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്തായിട്ടും എഴുതാം? 1 - 1/2 ആയിരിക്കും. ഡീക്കേഡ് ഫ്രാക്ഷൻ. അപ്പോൾ ബാക്കിയുള്ളത് 1/2 ആയിരിക്കും. ഡീകേ ചെയ്തു പോയത് 1 - 2 ആയിരിക്കും. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മളവിടെ ഓർമ്മിച്ച് പ്രോബ്ലം സോൾവിങ്ങിന് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഇക്വേഷൻസ് ആണ്. ഇനിയിപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അത് പതുക്കെ മറ്റൊരു മെറ്റീരിയലായിട്ട് മാറുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു മെറ്റീരിയലായിട്ട് മാറുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ദാ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈമും ഇവിടെ നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയസിൻ്റെ കോൺസെൻട്രേഷനും, അല്ലെങ്കിൽ അവിടെ നമ്പർ ഓഫ് ന്യൂക്ലിയസിന് എടുക്കാം, നമ്പർ ഓഫ് ന്യൂക്ലിയർ. അപ്പോൾ അറ്റ് T = 0 എന്തായിരുന്നു? N0 ആയിരുന്നു. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ, 2 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2T, ഇത് 3T ആണ്, ഇത് 4T ആണ്. അപ്പോൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് എന്തായിട്ട് മാറുകയാണ്? മറ്റൊരു എലമെൻ്റായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിതിനെ N0 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് N0/2, N0/4. അങ്ങനെ എന്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും? ന്യൂക്ലിയസിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതങ്ങനെ താഴേക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. ആദ്യം N0 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ഇനീഷ്യലി എത്രയാണ്? അറ്റ് T = 0 നമ്പർ ഓഫ് ന്യൂക്ലിയസ് വാസ് N0. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ അത് എത്രയായിട്ടുണ്ടാവണം? N0/2 ആയിട്ടുണ്ടാവും. 2 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് N0/4 ആവും. 3 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് N0/8 ആവും. സോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഡിക്രിമെൻ്റ് ആണ്. ആൻഡ് ഹിയർ യു വിൽ ബി റൈറ്റിംഗ് ദിസ് ആസ് N = N0e⁻ λT. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്ന ന്യൂക്ലിയസിൻ്റെ ഗ്രാഫാണ്. ഇതങ്ങനെ എക്സ്പൊണൻഷ്യലി അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ് എടുത്തത്, അത് റേഡിയോ ആക്റ്റീവായി അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വേറൊരാളായിട്ട് മാറുകയാണ്, വൈ ആയിട്ട് മാറുകയാണ്. സോ എക്സ് എന്ത് റേറ്റിലാണോ കുറയുന്നത് അതേ റേറ്റിലായിരിക്കും ആര് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എക്സിൻ്റെ റേറ്റ് ഓഫ്
ഡീകെ എന്ന് പറയുന്നതും വൈൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ എക്സിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് കുറഞ്ഞു? n0/2 ആയിട്ട് കുറഞ്ഞു. എക്സിൻ്റെ കോൺസെൻട്രേഷൻ n0/2 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ആദ്യം കിലോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ അത് m/2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ബാക്കി m/2 എന്തായിട്ട് എവിടെ പോയി? ആ ബാക്കി m/2 ആണ് ആരായിട്ട് മാറുന്നത്? y ആയിട്ട് മാറുന്നത്. സോ ഇനീഷ്യലി എക്സിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം, അപ്പോൾ വൈൻ്റെ കോൺസെൻട്രേഷൻ മിനിമം അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഇനീഷ്യലി എക്സിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം, സോ വൈ ഇല്ല. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ എക്സ് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? n0/2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വൈ എന്തായിട്ടുണ്ടാവും? എക്സ് n0/2 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ വൈ എന്തായി? n0/2 ആയിട്ട് കൂടിയിട്ടുണ്ടാവും. സോ ആഫ്റ്റർ 1 ഹാഫ് ലൈഫ്. 2 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയായിട്ടുണ്ടാവും? n0 ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി നമ്മുടെ എക്സിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണോ കുറയുന്നത് അതേ റേറ്റിലാണ് ആര് ഇൻക്രീസ് ചെയ്യുന്നത്? വൈൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതാ ഏതാണ്ട് ഇങ്ങനെ വരും. ആദ്യം 0 ആണ്, ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ ഇത് ടി ആയിട്ട് മാറും. 2 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. കുറേ കൂടെ ഭംഗിയായിട്ട് വരും, നിങ്ങളത് ടെക്സ്റ്റിലൊന്ന് നോക്കിയാൽ മതി. ഞാൻ വരയ്ക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് മക്കളെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എക്സിൻ്റെ ഡിസിൻറ്റഗ്രേഷനാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ വൈൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തൽക്കാലം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. എക്സ് ആണ് വൈ ആയിട്ട് മാറുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ഇവിടെ ടൈമാണ്. അപ്പോൾ എക്സ് ആണ് വൈ ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അറ്റ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ n ഈക്വൽ ടു 0 അല്ലേ? വൈ ഒന്നും ഫോം ചെയ്തിട്ടേ ഇല്ലല്ലോ. അറ്റ് ഒരു ഹാഫ് ലൈഫ് ആയപ്പോൾ എക്സ് ആരായിട്ട് മാറി? n0/2 ആയിട്ട് മാറി. സോ വൈൻ്റെ വാല്യൂ എത്രയായിട്ട് കൂടിയിട്ടുണ്ടാവും? n ബിക്കംസ് n0/2. ഇനി ടി ഈക്വൽ ടു 2 ഹാഫ് ലൈഫ് ആകുമ്പോൾ എക്സ് അപ്പോൾ ഓൾറെഡി എത്രയായിരുന്നു? n0/2 ആയിരുന്നു. അത് എത്രയായിട്ട് മാറി? n0/2 എന്നുള്ളത് n0/4 ആയി. സോ ആ ബാക്കി വന്ന ഡീകെ ചെയ്തു പോയ n0/4 എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും? ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഇപ്പോൾ n എത്രയായിട്ടുണ്ടാവും? n0/2ൻ്റെ കൂടെ ഒരു n0/4 കൂടിയായി. സോ അത് 3/4 n0 ആയിട്ട് മാറും. ഓക്കെ, ഇനി അറ്റ് ടി ഈക്വൽ ടു 3t ആയിട്ട് വന്നു കഴിഞ്ഞാൽ n ഈക്വൽ ടു ഓൾറെഡി ഇവിടെ 3/4 n0 ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളുടെ എക്സ് എത്ര ബാക്കി കിടക്കുന്നുണ്ട്? എക്സിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചുതരാം. എക്സിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് ആയപ്പോൾ അത് n0/2 ആയി. 2 ഹാഫ് ലൈഫ് ആയപ്പോൾ അത് n0/4 ആയിട്ട് മാറി. 3 ഹാഫ് ലൈഫ് ആയപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? n0/8 ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം n0/4 ആയിരുന്നു, അതിൽ നിന്നൊരു n0/8 എന്തായിട്ട് പോയി? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി. ബാക്കി ഇപ്പോൾ എത്രയേ ഉള്ളൂ? n0/8 ഇവിടെ ബാക്കിയുള്ളൂ. സോ ബാക്കി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയ n0/8 എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും? ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3/4ൻ്റെ കൂടെ ഒരു 1/8 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 3/4ൻ്റെ കൂടെ 1/8 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഒരു 3, 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ നമ്മൾ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 7/8 n0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതെന്തായാലും കാൽക്കുലേഷൻ ഇവിടെ വേണ്ട. n ഈക്വൽ ടു 7/8 n0 എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ടി ഈക്വൽ ടു 0, നമ്മളിവിടെ ടി ഒരു ഹാഫ് ലൈഫ്, 2 ഹാഫ് ലൈഫ്, 3 ഹാഫ് ലൈഫ്, 4 ഹാഫ് ലൈഫ്, ഇത്ര മതി. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0 ആയിരുന്നു. ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? n0/2 ആയിട്ട് മാറിയിട്ടുണ്ട്. 2 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ അത് 3/4 n0 ആയി. അടുത്തൊരു ഹാഫ് ലൈഫും കൂടെ കഴിഞ്ഞപ്പോൾ അത് 7/8 n0 ആയി. കുറേ നേരം കഴിഞ്ഞാൽ എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? അത് n0 തന്നെ ആയിട്ടുണ്ടാവും. സോ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാ ഇതുപോലെയാണ്. ഇവിടെ ഒരെണ്ണം, 2 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ ഇവിടെ, 3 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ ഇവിടെ. മറ്റേ ഗ്രാഫിൽ ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതങ്ങനെ കയറി പോയി ഏതോ ഒരു സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയായിട്ടുണ്ടാവും? n0 ആയിട്ടുണ്ടാവും. അതായത് എക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് രണ്ടും സെയിം ആയിട്ടുണ്ട്. അതായത് എക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആഫ്റ്റർ ദ കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എക്സ്
ദ കോൺസെൻട്രേഷൻ ഓഫ് y ബിക്കംസ് n0 ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് x ബിക്കംസ് 0. ഇതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇക്വേഷൻ മാത്രം പറയുന്നു എന്ന് മാത്രം. n ഈക്വൽ ടു n0 ഇൻറ്റു 1 മൈനസ് ഇ പവർ മൈനസ് ലാംഡ ടി എന്ന് വരും. ഇത് ഡിസിൻറ്റഗ്രേഷൻ്റെ ഇക്വേഷൻ അല്ല, ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസിൻ്റെ ഇക്വേഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്, ഇത് ഫോർമേഷൻ്റെയാണ്. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഗ്രാഫായിരുന്നു, ഇതാണെങ്കിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫ്. ഞാൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയഗ്രാം കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡിസിൻറ്റഗ്രേഷൻ്റെയും അതുപോലെ തന്നെ ഫോർമേഷൻ്റെയും ഇക്വേഷൻസ് വരുന്നത്. ഓർമ്മിച്ച് വെച്ചോളൂ, ആവശ്യം വരും. ഒന്നുകിൽ ബൈൻഡിങ് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും, എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടോപ്പിക് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കൊണ്ടുവന്നല്ലോ, n ഈക്വൽ ടു n0 ഇ പവർ മൈനസ് ലാംഡ ടി. അപ്പോൾ അവിടെ നമുക്കറിയാം ടി ഈക്വൽ ടു 0, n ഈക്വൽ ടു n0 ആണ് ഇനീഷ്യലി. സോ ടൈം അവിടെ ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ലാംഡ എന്താണെന്ന് അറിയാമല്ലോ, ഡി കെ കോൺസ്റ്റൻ്റ് ആണ്. സോ ദ വാല്യൂ ഓഫ് ടൈം ഇൻക്രീസസ് ഫ്രം 0. അങ്ങനെ ടൈം ഇൻക്രീസ് ചെയ്ത് ഇഫ് ടി ഈക്വൽ ടു 1 ലാംഡ ആയി എന്ന് വിചാരിക്കുക. ടൈമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് എപ്പോൾ ഏതോ ഒരു മൊമെൻറ്റിൽ വെച്ച് ടി ഈക്വൽ ടു 1 ലാംഡ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, n ഈക്വൽ ടു n0 ഇ പവർ -1 എന്നല്ലേ മക്കളെ വരിക. അറ്റ് സം ഇൻസ്റ്റൻറ്റ് ദ വാല്യൂ ഓഫ് ടൈം ബിക്കംസ് ഈക്വൽ ടു 1 ലാംഡ. അങ്ങനെയാണെങ്കിൽ 1 ലാംഡയും ഈ ലാംഡയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി വരുന്ന ആരാണ്, n ഈക്വൽ ടു n0 ഇ പവർ -1 ആണ്. ഓർ യു ക്യാൻ റൈറ്റ് ആസ് n ഡിവൈഡഡ് ബൈ n0 ഈക്വൽ ടു 1/e എന്ന് വരും. e റൈസ് ടു -1 1/e എന്ന് എഴുതി. 1/e എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, 0.368 ആണ്. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 37% എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. അപ്പോൾ നമുക്ക് പറയാം അറ്റ് ടി ഈക്വൽ ടു 1 ലാംഡ n ഡിവൈഡഡ് ബൈ n0, n/n0 എന്ന് വേണ്ട, n ഈക്വൽ ടു 37%. 37 വേണ്ടല്ലോ, നമുക്ക് കറക്റ്റ് വാല്യൂ തന്നെ എഴുതാമല്ലോ. 36.8% ഓഫ് n0 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ് ആസ് ദ മീൻ ലൈഫ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. അപ്പോൾ നമ്മളതിനെ എന്ത് പറയും, ക്യാപിറ്റൽ TM ഈക്വൽ ടു TMO, അല്ലെങ്കിൽ ചില ബുക്കുകളിൽ അതിനെ ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ടോ ഈക്വൽ ടു 1 ലാംഡ. അതിനെയാണ് നമ്മൾ മീൻ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ 36.8% ആയിട്ട് കുറയാൻ വേണ്ടി വരുന്ന സമയത്തിനെയാണ് മീൻ ലൈഫ് എന്ന് പറയുക. 1 ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ലാംഡ ഈക്വൽ ടു 0.6931 ഡിവൈഡഡ് ബൈ ടി ഹാഫ് അല്ലേ. സോ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ മീൻ ലൈഫ് ഈക്വൽ ടു ഹാഫ് ലൈഫ് ഡിവൈഡഡ് ബൈ 0.6931. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇങ്ങനെ, ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ വരുന്നത് 1.44 ഓഫ് ദ ഹാഫ് ലൈഫാണ്. ഇങ്ങനെ നമുക്കവിടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മീൻ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അത് ആവശ്യം വരാറുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വി ക്യാൻ സി വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാൻ ബാക്കിയുള്ളത് ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനുമാണ്. അപ്പോൾ എപ്പോഴാണ് ഫിഷനും ഫ്യൂഷനും നടക്കുക എന്നുള്ളത് ബൈൻഡിങ് എനർജി കർവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ലൈറ്റർ ന്യൂക്ലിയസ് ആണെങ്കിൽ ദേ ഓൾവേസ് പ്രിഫർ ന്യൂക്ലിയർ ഫ്യൂഷൻ, ആൻഡ് ഫോർ ഹെവിയർ ന്യൂക്ലിയൈ ദേ പ്രിഫർ ന്യൂക്ലിയർ ഫിഷൻ ടു ഗെറ്റ് മാക്സിമം സ്റ്റെബിലിറ്റി ആൻഡ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിഷനിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഫിഷൻ അവിടെ നാച്ചുറലി ഒക്കെ അറിയുന്ന ഒരു സംഭവമല്ല, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബൈ യൂസിങ് തെർമൽ ന്യൂട്രോൺസ്. തെർമൽ ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2000 or 3000 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ന്യൂട്രോൺസിനെയാണ് നമ്മൾ തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രോൺ ഫ്രീ ന്യൂട്രോൺസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഫ്രീ ന്യൂട്രോൺ കൊണ്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസുമായിട്ട് ബൊമ്പാർഡ്മെൻറ്റ് നടത്തി ഡ്യൂ ടു ദാറ്റ് ബൊമ്പാർഡ്മെൻറ്റ് ദ ന്യൂക്ലിയസ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. 2 ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറും. അതാണ് ശരിക്കും ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എക്സാമ്പിളുകൾ തന്നെ ഞാൻ പറയാം. യുറേനിയം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യുറേനിയം 235 യൂസ് ചെയ്യാറുണ്ട്, യുറേനിയം 238 യൂസ് ചെയ്യാറുണ്ട്. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്
യുറേനിയം, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഫിഷനാണ്. നമ്മളെടുക്കുന്നത് യുറേനിയം 92-238 ആണ്. ഇതിലേക്ക് ഞാനൊരു ന്യൂട്രോൺ കൊണ്ടുവന്ന് ബോംബാർഡ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അങ്ങനെ ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറും. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് വിൽ ബി യു വിൽ ബി ഗെറ്റിംഗ് ബേരിയം പ്ലസ് ക്രിപ്റ്റോൺ പ്ലസ് ബാക്കി വരുന്ന എന്താണെന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ബാക്കി കിട്ടുന്നത് ബേരിയം എന്ന് പറയുമ്പോൾ 144, ബേരിയം 56ഉം ഇത് 30, ക്രിപ്റ്റോൺ 36ഉം ആയിരിക്കും. ഇത് 56, ഇത് 36. അപ്പോൾ എന്തായാലും അറ്റോമിക് നമ്പർ കറക്റ്റ് ആയില്ലേ മക്കളെ? 56, 36. ഇത് 144, ഇത് 144 പോയിട്ട് ബാക്കി വരുന്ന എത്രയാണ്? 144, 56 അല്ലേ വരിക? 56 അല്ലല്ലോ, 36 അല്ലേ, ഐ എം സോറി, ക്രിപ്റ്റോൺ 86 അല്ലേ വരുന്നത്. ആഡ് ചെയ്ത് നോക്കിക്കോളൂ. 4 6 10, 8 4 12 1 13, 144. ഇവിടെ ഇപ്പോൾ മാസ് നമ്പർ 239 വരണം. 144 പോയിട്ട് പിന്നെ അവിടെ ബാക്കി എത്ര വരണ്ടാവും? 32, 92 അല്ലേ വരേണ്ടത്, 92. പിന്നെ അവിടെ ബാക്കി വരുന്ന എത്രയാണ്? ഒരു 3 ന്യൂട്രോൺസും വരും. ഇപ്പോൾ നമ്മളുടെ എണ്ണം കറക്റ്റ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ ഇപ്പോൾ 239 ആണ് വരേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 2 6, 6 3 9 കറക്റ്റാണ്. അപ്പോൾ 4 9 23. സോ ദിസ് വിൽ ബി ദ ഫിഷൻ റിയാക്ഷൻ ഫോർ യുറേനിയം 238. ഇതേപോലെ തന്നെ യുറേനിയം 238ൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമുക്ക് യുറേനിയം 235നെയും ഇതുപോലെ ബോംബാർഡ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ 235നെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ യുറേനിയം 92-235 പ്ലസ് എ ന്യൂട്രോൺ യു വിൽ ബി ഗെറ്റിംഗ്. എഗെയിൻ പ്രൊഡക്റ്റുകളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ് ഐസോടോപ്പുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബേരിയം 56 പ്ലസ് ക്രിപ്റ്റോൺ 36, ഇവിടെ ഒരു 89 കിട്ടും, ഇവിടെ ഒരു 143 വരും. സോ ബാക്കി അവിടെ എത്ര ന്യൂട്രോണാണ് നമുക്ക് ഉണ്ടാവേണ്ടത്? സെയിം 3 ന്യൂട്രോൺസ് തന്നെയാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. 3 ന്യൂട്രോൺസ്, 3n01. 9 3 12, 12 3 15 കറക്റ്റാണ്. ഇതിൻ്റെ ഒപ്പം കൂടെ തന്നെ അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്? പ്ലസ് സം എനർജി ഉണ്ടാവുന്നുണ്ട്. എനർജി ഓരോന്നിലും ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ മക്കളെ. ഇതിലുണ്ടാവുന്ന എനർജി Q' ആണ്. സോ എറൗണ്ട് ഇതിലാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി. അപ്പോൾ ഈ 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര ഗ്രാം എടുക്കേണ്ടി വരും? 238 ഗ്രാം അറ്റോമിക് മാസ് യൂണിറ്റ് യുറേനിയത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 200 MeV. ഒരാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രോൺ കൊണ്ടാണ് നമ്മൾ ആദ്യം ബോംബാർഡ്മെൻറ്റ് നടത്തുന്നത്. സോ നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടുന്നതിൽ 3 ന്യൂട്രോൺ വരുന്നുണ്ട്. ഈ 3 ന്യൂട്രോൺ ഫർദർ 3 ന്യൂക്ലിയസുകളുമായിട്ട് പോയി സ്പ്ലിറ്റ് ബോംബാർഡ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ്റെ റേറ്റ് 3 മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്യില്ലേ? ആദ്യം ഒരു ന്യൂട്രോൺ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് 1 ന്യൂട്രോൺ കൊളൈഡ്സ് വിത്ത് 1 യുറേനിയം ന്യൂക്ലിയസ് ആൻഡ് ഇൻ ദ റിസൾട്ട് യു ആർ ഗെറ്റിംഗ് 3 എക്സ്ട്രാ ന്യൂട്രോൺസ്. അപ്പോൾ ഈ 3 എക്സ്ട്രാ ന്യൂട്രോൺ 3 ഡിഫറെൻറ്റ് ന്യൂക്ലിയസുകളുമായിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ 3 ടൈംസ് ആയി. അപ്പോൾ ഓരോ റിയാക്ഷനിൽ നിന്നും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 3 ന്യൂട്രോൺ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവിടെ എത്ര ന്യൂട്രോണേ ഉണ്ടായിരുന്നുള്ളൂ? 1 ന്യൂട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോൾ അത് എത്രയായിട്ട് മാറി? 3 ന്യൂട്രോൺ ആയിട്ട് മാറി. ഈ 3 ന്യൂട്രോൺ 3 യുറേനിയത്തിൽ പോയി കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് എത്രയായിട്ട് മാറും? 9 ആയിട്ട് മാറും. അത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ എഗെയിൻ അത് 27 ആയിട്ട് മാറും. സോ ഈ റിയാക്ഷനിൽ, ഈ യുറേനിയം സീരീസിൽ അവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും 3 ഇരട്ടി വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ദിസ് റിയാക്ഷൻ വിത്തൗട്ട് എനി കൺട്രോൾ ദിസ് വിൽ റിസൾട്ട് ഇൻ എൻ എക്സ്പ്ലോഷൻ. അതിനെയാണ് നമ്മൾ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് സപ്പോസ് നമ്മളുടെ ആവശ്യം അവിടെ ഒരു സസ്റ്റൈൻഡ് റിയാക്ഷനാണ്, അല്ലെങ്കിൽ ഒരേ റേറ്റിൽ പോകുന്ന റിയാക്ഷനാണ്. ഇവിടെ ഇപ്പോൾ ഒരു ന്യൂട്രോൺ ആണ് ഫസ്റ്റ് കേസിൽ പ്രൊഡ്യൂസ് ചെയ്ത്. ആ ഒരു ന്യൂട്രോൺ എന്ത് ക്രിയേറ്റ് ചെയ്തു? 3 ന്യൂട്രോണെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എല്ലാ സ്റ്റെപ്പിലും 3 യുറേനിയം മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നടന്നു, 3 ന്യൂട്രോൺ ഉണ്ടായി. ആ 3 ന്യൂട്രോൺ 3 യുറേനിയത്തിനെ പോയി തട്ടി. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ സ്റ്റെപ്പിലും ഈക്വൽ നമ്പർ ഓഫ് യുറേനിയംസ് മാത്രമേ
സ്പ്ലിറ്റ് ആവാൻ പാടുള്ളൂ. അപ്പോൾ 3 ന്യൂട്രോൺ ഉണ്ടായി. ഈ 3 ന്യൂട്രോൺ പോയി 3 യുറേനിയത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ 9 എക്സ്ട്രാ ന്യൂട്രോൺസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് മതി? 9 ന്യൂട്രോൺസും സ്പ്ലിറ്റ് ചെയ്യണ്ട യുറേനിയത്തിനെ, 3 ന്യൂട്രോൺസ് മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി 6 ന്യൂട്രോൺസിനെ നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ കൺട്രോൾ റോഡ്സ് അതുപോലെ തന്നെ മോഡറേറ്റർ എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ റോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എക്സ്ട്രാ എത്ര ന്യൂട്രോൺസ് വരുന്നുണ്ടോ ആ ന്യൂട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും. ന്യൂട്രോൺ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാഡ്മിയം റോഡുകൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ആ കാഡ്മിയം റോഡ് യൂസ് ചെയ്തതിന് ശേഷവും നമുക്ക് അവിടെ എക്സ്ട്രാ ന്യൂട്രോൺസ് വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ കൊളൈഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾക്ക് പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് ഇത് കൊളൈഡ് ചെയ്തോട്ടെ, കൊളൈഡ് ചെയ്താലും നമ്മുടെ യുറേനിയം സ്പ്ലിറ്റ് ആവാതിരുന്നാൽ പോരെ. യുറേനിയം സ്പ്ലിറ്റ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് ആയിട്ട് വരുന്ന ന്യൂട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ കുറയ്ക്കണം. ആ കൈനറ്റിക് എനർജി കുറയ്ക്കുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുക. ആൻഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വി വിൽ ബി യൂസിങ് ഗ്രാഫൈറ്റ് റോഡ് അല്ലെങ്കിൽ ഹെവി വാട്ടർ. ഹെവി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്, H2O അല്ല D2O ആണ് നമ്മളവിടെ മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ മോഡറേറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ യുറേനിയത്തിൻ്റെ അല്ല ന്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഗ്രാജുവലി കുറയും. സോ കൈനറ്റിക് എനർജി കുറഞ്ഞ ന്യൂട്രോണാണ് യുറേനിയത്തിൽ പോയി കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ ദ പ്രോബബിലിറ്റി ഫോർ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫോർ ഫിഷൻ വിൽ ബി ഡിക്രീസ്ഡ്. അപ്പോൾ ഈ 2 മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് റേറ്റിൽ റിയാക്ഷനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു റേഷ്യോ പറയും. ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് കോൾഡ് ആസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമല്ല. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K is equal to, നമുക്കിങ്ങനെ പറയാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ 1 സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ എഴുതിയ റിയാക്ഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 3 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 3 എന്ന് പറഞ്ഞാൽ അത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന, ആക്സലറേറ്റിംഗ് ആണ്, റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഇതെന്തായാലും ഒരു എക്സ്പ്ലോഷനിലാണ് കൊണ്ടെത്തിക്കുക. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ nth സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ n-1th സ്റ്റെപ്പ് എന്ന് സിമ്പിളായിട്ട് പറയാം. സെൻറ്റൻസിൽ എഴുതുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ 1 സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കെയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അതൊരു എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, സസ്റ്റൈൻഡ് റിയാക്ഷനാണ്. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നത്. ഇഫ് K ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. K ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കുറഞ്ഞു വരും. അതായത് ദ റിയാക്ഷൻ ഈസ് ഡൈയിങ് ഔട്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡിക്രീസിങ്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ന്യൂട്രോണിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഫിഷൻ നടക്കാനുള്ള, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫിഷൻസ് കുറഞ്ഞു വരികയാണ്. സോ ദ റിയാക്ഷൻ ഈസ് ഗ്രാജുവലി ഡൈയിങ് ഔട്ട് എന്ന് വേണം നമ്മൾ പറയാം. K ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റേറ്റ് ഓഫ് ദി റിയാക്ഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ചെയിൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ആൻ ആറ്റമിക് എക്സ്പ്ലോഷൻ. അതിന് നമ്മൾ പിക്ചറൈസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഒരു ന്യൂട്രോൺ അല്ലേ ഉണ്ടായിരുന്നത്. ഈ ഒരു ന്യൂട്രോൺ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? 3 എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 1 2 3 ആദ്യത്തെ ഒരു ന്യൂട്രോൺ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇത് 3 യുറേനിയത്തിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ അത് അഗെയിൻ 1 2 3, ഇതും 1 2 3, ഒരു ട്രീ പോലെ അതങ്ങനെ, അല്ലെങ്കിൽ ഒരു ചെയിൻ പോലെ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1 2 3 1 2 3 1 2 3. ആദ്യത്തെ സ്റ്റെപ്പിൽ 1, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 3, 1 2 3. അടുത്ത സ്റ്റെപ്പായി കഴിഞ്ഞാൽ 27 ആയിട്ട് മാറില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആറ്റം ബോംബ് എന്ന് വിളിക്കുന്നത്. ആറ്റം ബോംബ് അവിടെ പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല, അതങ്ങ് എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഈ യുറേനിയം 238 യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ യുറേനിയം 235 യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടിൻ്റെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ട റിയാക്ഷനുകൾ എന്തായിരുന്നു? ഈ 2 എണ്ണമായിരുന്നു. ഇവിടെ ഇപ്പോൾ റിയാക്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, യുറേനിയമാണ്. 2 ഡിഫറെൻറ്റ് ഐസോട്ടോപ്പ്. പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ബേരിയത്തിൻ്റെയും ക്രിപ്റ്റോണിൻ്റെയും ഐസോട്ടോപ്പുകളാണ്. ഇവിടെ ഇതിന് മാത്രമേ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിഷൻ പ്രോപ്പർട്ടി ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ബേരിയത്തിനെയും ക്രിപ്റ്റോണിനെയും റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ഫിഷൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വേസ്റ്റാണ് ശരിക്കും.
നമ്മൾ കൊണ്ടുപോയി കളയേണ്ടി വരും. അത് കുറേ നാൾ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഇതൊരു എന്താ പറയുക, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ലക്ഷക്കണക്കിന് വർഷങ്ങളോളം. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷൻ വേസ്റ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഫിഷൻ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഫിഷൻ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റൻറ്റും ശരി പ്രോഡക്റ്റും ശരി രണ്ടും എന്തായിരിക്കണം, ഫിഷനബിൾ മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫിസൈൽ ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അപ്പോൾ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു റിയാക്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് എടുത്തു, അതിനെ ഫിഷൻ നടത്തി നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നു. ആ പ്രോഡക്റ്റ് എന്താണ്, റിയാക്റ്റൻറ്റിനേക്കാൾ നല്ല ഫിസൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ വേസ്റ്റ് വരുന്നില്ലല്ലോ. അപ്പോൾ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാസ്റ്റ് ബ്രീഡിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയും. അപ്പോൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഇപ്പോൾ യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 99% ഓഫ് ദ 99.3% ഓഫ് യുറേനിയം ഒക്കർ ഇൻ നേച്ചർ ആസ് യുറേനിയം 238. ഒരു 0.7% മാത്രമേ യുറേനിയം 235 ഉള്ളൂ. അപ്പോൾ നമുക്ക് യുറേനിയം 238 ആണ് ഏറ്റവും അവൈലബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യുറേനിയം 238 നമ്മളെടുക്കുന്നത് യുറേനിയം 92 കുറച്ച് ദൂരെയായിപ്പോയി. 92 238നെ ഞാൻ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ N01 ഒരു ന്യൂട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യിക്കുകയാണ്, N01. സോ ഇത് ന്യൂട്രോണിൻ്റെ എനർജി അനുസരിച്ച് ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഈ രീതിയിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ, ഇതൊക്കെ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് യുറേനിയം 92 239. അതായത് ഈ ജസ്റ്റ് യുറേനിയത്തിന് യുറേനിയം ന്യൂക്ലിയസ് ഈ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തു. സോ ഇറ്റ് ബിക്കംസ് അനദർ ഐസോട്ടോപ്പ് ഓഫ് യുറേനിയം ആസ് യുറേനിയം 92 239. പക്ഷേ ഇതിനേക്കാൾ അൺസ്റ്റേബിൾ ആണ്. 238 ആണ് സ്റ്റേബിൾ ഐസോട്ടോപ്പ്, ഇത് അൺസ്റ്റേബിൾ ഐസോട്ടോപ്പ് ആയതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ജസ്റ്റ് എമിറ്റ് 2 ബീറ്റ മൈനസ് പാർട്ടിക്കിൾസ്. ഈ 2 ഇലക്ട്രോണിനെ അത് എമിറ്റ് ചെയ്യും. നമ്മൾ ബീറ്റ എമിഷൻ പറഞ്ഞല്ലോ, 2 ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരായിട്ട് മാറും, ബീറ്റ മൈനസ് എമിഷൻ നടന്നു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പറിൽ ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ മാസ് നമ്പർ 239 തന്നെയായിരിക്കും. പക്ഷേ ഒരു ബീറ്റ പാർട്ടിക്കിൾ പോയാൽ അറ്റോമിക് നമ്പർ 1 കൂടും, 2 ബീറ്റ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 കൂടും. സോ വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ട് 94 എന്ന് പറഞ്ഞാൽ അതാരാണ്, പ്ലൂട്ടോണിയമാണ്. പ്ലൂട്ടോണിയം 94 239. സോ ഈ റിയാക്ഷൻ വഴി ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്ത റിയാക്ഷൻ നോക്കിക്കോളൂ, ഇത് യുറേനിയം 238 ആണ്, അതിനെ ന്യൂട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്തു. ന്യൂട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്തപ്പോൾ നമുക്ക് യുറേനിയം 239 കിട്ടി. പ്ലസ് ഇതിൻ്റെ ഒപ്പം കുറച്ച് എനർജിയും കിട്ടുന്നുണ്ട് കേട്ടോ, മറ്റേ ഫിഷൻ എനർജി. പക്ഷേ ഈ യുറേനിയം 239 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ആരായിട്ട് മാറിയിട്ടുണ്ടാകും, കുറച്ച് നേരം കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം ആയിട്ട് മാറിയിട്ടുണ്ടാകും. പ്ലൂട്ടോണിയം ഈസ് എ വെരി ഗുഡ് ഫ്യൂവൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫ്യൂവൽ ഫോർ ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ നമ്മൾ എടുത്തത് ആരാണ്, യുറേനിയം 238നെയാണ്. പക്ഷേ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വന്നത് ആരാണ്, യുറേനിയത്തിന് പകരം പ്ലൂട്ടോണിയം 239 ആണ് നമുക്ക് വന്നത്. സോ ഇവിടെ റിയാക്റ്റൻറ്റും ഫിസൈൽ മെറ്റീരിയലാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിനേക്കാൾ വളരെ വളരെ നല്ല ഫിസൈൽ മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ റിയാക്ടർ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കങ്ങ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂക്ലിയർ റിയാക്ടറിനെ പറ്റി നമുക്കവിടെ ഫിഷൻ റിയാക്ഷൻ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതുപോലെ യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഫ്യൂവൽസ് ഉണ്ടാവും. ഈ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂവൽ റോഡിനെ ആ റിയാക്ടർ കോറിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന ന്യൂട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂട്രോൺ അതിൽ വന്ന് ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് അനുസരിച്ച് അവിടെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ആയിട്ടുള്ള റിയാക്ഷനാണ്. സോ സസ്റ്റൈൻഡ് റിയാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫിഷൻസ് ദാറ്റ് ഹാപ്പനിങ് അറ്റ് യൂണിറ്റ് ടൈം കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടി വിൽ ബി യൂസിങ് ദ കൺട്രോൾ റോഡ്സ് ആസ് വെൽ ആസ് മോഡറേറ്റർ സിസ്റ്റംസ്. കൺട്രോൾ റോഡായിട്ട് എന്താണ്, മോഡറേറ്ററായിട്ട് എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ ന്യൂട്രോണുമായിട്ടുള്ള കൊളീഷൻ വഴി യുറേനിയം സ്പ്ലിറ്റ് ആവും. ആ യുറേനിയം സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എക്സസ് ഓഫ് എനർജി. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതും ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിൻ്റെ കൈനറ്റിക് എനർജിയാണ് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
സോ ദാറ്റ് ഈസ് എ തിയറി ബിഹൈൻഡ് ദിസ് ന്യൂക്ലിയർ റിയാക്ടർ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതായത് സൂര്യനിലൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം, രണ്ട് ലൈറ്റർ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഫ്യൂഷൻ റിയാക്ഷൻ, പലതരത്തിലുള്ള ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറഞ്ഞു നോക്കാം. ഫ്യൂഷൻ റിയാക്ഷനാണ് നമുക്ക് കാണേണ്ടത്. ഫ്യൂഷനിൽ ഒരു മെയിനായിട്ട് ചെറിയ ന്യൂക്ലിയസുകളാണ് ഫ്യൂഷൻ നടത്തുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ H12 പ്ലസ് H12 രണ്ട് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ഹീലിയം ന്യൂക്ലിയസ് പ്ലസ് 24 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി. അപ്പോൾ നമ്മളിവിടെ എടുത്തത് 4 അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലേ, 4 അറ്റോമിക് മാസ് ഓഫ് 4 AMU ഓഫ് ഡ്യൂട്ടീരിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 24 MeV എനർജിയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് 4H11 4H11, അതായത് 4 നോർമൽ ഹൈഡ്രജൻ. ആ 4 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തിട്ട് സൂര്യനിലൊക്കെ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഈ രണ്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഹീലിയം 24 പ്ലസ് പിന്നെ അവിടെ ബാക്കി എന്താ മക്കളെ വരുന്നത്? 4 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ ഓക്കെ 2 4 വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കി നിൽക്കേണ്ടത് ആരാണ്? 2E പ്ലസ് 1 0 പ്ലസ് എനർജി പ്ലസ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, ഐ മീൻ എലമെൻ്ററി പാർട്ടിക്കിൾ ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 4 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്ത്, പ്രോട്ടിയം ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഹീലിയം കിട്ടുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജിയുടെ വാല്യൂ വരുന്നത് 26.7 MeV ആണ്. അതായത് ആദ്യത്തെ ഫ്യൂഷൻ റിയാക്ഷനേക്കാൾ എനർജി കൂടുതലാണ് അവിടെ. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മളിവിടെ 4 AMUവിൽ നിന്ന് നമുക്ക് 24 MeV ഉണ്ടാക്കാം, അല്ലെങ്കിൽ 26 MeV എനർജി ഉണ്ടാക്കാം. പക്ഷേ നിങ്ങളൊരു ഫിഷൻ നടക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫിഷൻ നടക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 238 ഗ്രാം യുറേനിയം വേണം. 238 AMU. 238 AMU യുറേനിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എത്രയാണ്? അറൗണ്ട് 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷേ ഇവിടെ 4 AMUവിൽ നിന്ന് തന്നെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 26.7 MeV കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 24 കിട്ടുന്നുണ്ട്. 4 AMU ഓഫ് ഹൈഡ്രജൻ ആറ്റം വിൽ ഗിവ് യു ആൻ എനർജി ഓഫ് 26.7 MeV. അപ്പോൾ ഫിഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി, ഇപ്പോൾ നിങ്ങൾ 200 ഗ്രാം യുറേനിയം എടുത്തു കഴിഞ്ഞാൽ 200 ഗ്രാം അല്ല, 1 കിലോ യുറേനിയം എടുത്തു, 1 കിലോ ഹൈഡ്രജൻ എടുത്തു. 1 കിലോ യുറേനിയത്തിൽ നമുക്ക് അറൗണ്ട് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അറൗണ്ട് 200 × 5 ആയിരിക്കില്ലേ? 200 × 5 വരില്ല, 200 × ഒരു 4 പോയിന്റ് സംതിങ്. പക്ഷേ 1 കിലോ ഹൈഡ്രജനിൽ നിന്ന് കിട്ടുന്ന എനർജി എത്രയായിരിക്കും? 4 ഗ്രാമിൽ നിന്ന് എത്ര കിട്ടും? അപ്പോൾ 1000 ഗ്രാമിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും? മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് വാല്യൂ. അപ്പോൾ ഫ്യൂഷനിൽ നിന്ന് അതായത് ഈക്വൽ മാസ് ഓഫ് മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദ എനർജി ഗിവൺ ഔട്ട് ബൈ ഫ്യൂഷൻ വിൽ ബി വെരി വെരി ഹൈ കമ്പയർഡ് ടു ഫിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫിഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂഷൻ്റെ എമൗണ്ട് ഓഫ് എനർജി കൂടുതലായിരിക്കുന്നതിന് കാരണം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിന് എക്സസ് ആയിട്ട് എനർജി വരും, ആൻഡ് ദാറ്റ് എനർജി വിൽ ബി റിലീസ്ഡ്. പിന്നെ ഫ്യൂഷനും ഫിഷനും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷൻ നോർമൽ ടെമ്പറേച്ചറിൽ നടക്കും, സ്പ്ലിറ്റ് ചെയ്യുന്നത് ന്യൂട്രോൺ കൊണ്ടുള്ള ബോംബാർഡ്മെൻറ്റ്. പക്ഷേ ഇതൊരിക്കലും നോർമൽ ടെമ്പറേച്ചർ നടക്കില്ല. ഇറ്റ് റിക്വയർസ് എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കാരണം അവിടെ സ്പ്ലിറ്റ് ചെയ്യലാണ്, ഇവിടെ കമ്പൈൻ ചെയ്യല. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 4 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ഡ്യൂട്ടീരിയം ആറ്റം കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യുന്നു. ഈ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ ന്യൂക്ലിയസുകൾക്ക് അവർ തമ്മിലുള്ള ഇതും പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജുകൾ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൈനറ്റിക് എനർജി വേണം. ആൻഡ് ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഗിവൺ ബൈ ദ എക്സ്റ്റേണൽ കണ്ടീഷൻസ്. സോ എക്സ്ട്രീം കണ്ടീഷൻ ടെമ്പറേച്ചർ ഒരു എബവ് 5000 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ പറയുന്ന ഫ്യൂഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ സൂര്യൻ്റെ കോർ ടെമ്പറേച്ചറൊക്കെ നമ്മൾ പറയുമല്ലോ 5 crore ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. പിന്നെ ഫ്യൂഷനും ഫിഷനും തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എനർജിയുടെ കേസിലോ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൻ്റെ കേസിലോ അല്ല. ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് റേഡിയേഷൻ ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂഷൻ നമുക്ക് കൺട്രോളബിൾ അല്ല. അത് ഹാപ്പൻ, അതായത് വൺസ് ഇഫ് യു ആർ ട്രിഗറിങ് എ ഫ്യൂഷൻ ഇറ്റ് വിൽ ഹാപ്പൻ. അതിന് ഒരു കാരണവശാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മോഡറേറ്ററൊക്കെ വെച്ചിട്ട് ഫിഷൻ കൺട്രോൾ ചെയ്യുന്ന പോലെ ഫിഷൻ നേരെ തിരിച്ചാണ്. ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ അതിന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ കൊണ്ടുവരാം, കൺട്രോൾ ചെയ്യാം. ഇവിടെ അതൊന്നും പോസിബിൾ അല്ല. ഓക്കെ. പിന്നെ ഫിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ
ഫിഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫിഷനെ പവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാം ന്യൂക്ലിയർ റിയാക്ടറിൽ. ഇതുപോലെ ഫ്യൂഷൻ റിയാക്ടർ എന്ന് പറയുന്നത് ഇതുവരെ ലബോറട്ടറി കണ്ടീഷനിൽ പോസിബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മുടെ നോർമൽ യൂസേജിൽ ഫ്യൂഷൻ റിയാക്ടർ പോസിബിൾ അല്ല. കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ അല്ല ഫ്യൂഷൻ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് കംപ്ലീറ്റ് ആയിക്കോളും, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. പക്ഷേ റേഡിയേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത്. അതിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ്, ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ബിഹൈൻഡ് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് NCERT-യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഇതിൽ മിസ്സായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇല്ല, പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചും രണ്ട് പേരെന്ന് പറഞ്ഞാൽ നീറ്റുകാർക്കും JEE-കാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജിയുടെ പോർഷനും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ റേഡിയോ ആക്ടിവിറ്റിയുടെ പോർഷനുമാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചോളൂ. ഈ 2 സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ 2 ഉണ്ടാവും, അല്ലെങ്കിൽ എനി വൺ ഓഫ് ദം എന്ന് പറയുന്നത് ഷുവറാണ് എല്ലാ വർഷവും. ഓക്കെ, താങ്ക് യു.